31 അധ്യായത്തിൻ്റെ 35 വാക്യം വായി. ഇന്നത്തെ ധ്യാനത്തിനായി യോബിൻ്റെ പുസ്തകം 31 അധ്യായത്തിൻ്റെ 35 വാക്യം വായി. അയ്യോ, എൻ്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇതോ എൻ്റെ ഒപ്പ് സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യരേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പകൽവേളയ്ക്കായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. നീറുന്ന നിരവധി പ്രശ്നങ്ങളുടെ മധ്യേ ഒരിക്കൽ കൂടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ, ആരാധനാ സ്ഥലത്ത് വന്ന് ജീവനായ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമുക്ക് നൽകിയ ഈ വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അനവധിയായ പ്രശ്നങ്ങൾ അത് തലപൊക്കി വരുന്നു. അതിൻ്റെ നടുവിൽ സർവശക്തനായ കർത്താവായ യേശുവിനെ സ്നേഹിപ്പാനും ആ കർത്താവിൻ്റെ മുഖം അന്വേഷിപ്പാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം സങ്കടങ്ങളുടെയും വേദനകളുടെയും യാതനകളുടെയും മധ്യേ സർവശക്തനായ ദൈവം നമ്മെ അത്ഭുതകരമായി പരിപാലിച്ചു എന്നുള്ളത് തർക്കമറ്റ വിഷയം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ മനുഷ്യ ജീവിതങ്ങളെയും നാം പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരളവിൽ സങ്കടങ്ങളും വേദനകളും ഇല്ലാത്തവർ ആരും തന്നെ ഉണ്ടാകുകയില്ല. നാം വായിച്ചതായി വേദവാക്യവും നമുക്ക് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. എൻ്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതാ എൻ്റെ ഒപ്പ സർവശക്തനൻ ഉത്തരം നൽകട്ടെ എന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം പറയുന്നു, എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങൾ, പ്രതിയോഗി എഴുതിയതായ അന്യായ രേഖകൾ വേദപുസ്തകത്തിലുള്ളതായ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില സത്യങ്ങൾ ദൈവജനത്തിൽ കൂടെ ഓർമ്മിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ മഹത്വം. നാം ഇന്ന് ആയിരിക്കുന്ന ഈ കാലഘട്ടം പ്രശ്നങ്ങളാൽ നിബിഡമായതും അത് ദുഃഖങ്ങളും വേദനകളും നിലകൊള്ളുന്നതുമായ ഒരു പ്രത്യേകമായ അന്തരീക്ഷത്തിലാണ്. മനുഷ്യ ജീവിതം തന്നെ നാം എടുത്തു നോക്കിയാൽ, ഓരോ കുടുംബത്തിൻ്റെ കുടുംബങ്ങളിൽ നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. ഏതെങ്കിലും ഒരു അളവിൽ ഏതെങ്കിലും ഒരു നിലയിൽ സങ്കടങ്ങളും പേറിക്കൊണ്ടാണ് മനുഷ്യൻ മുൻപോട്ട് പോകുന്നത്. മാത്രമല്ല, എത്ര സമൂഹത്തിൽ മാന്യനാണെങ്കിലും സ്നേഹിതനാണെങ്കിലും എല്ലാവർക്കും ഒരു ആശ്വാസകനായാണെങ്കിൽ പോലും അവനും ഒരു പ്രതിയോഗി ഉണ്ട് എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ തുറന്ന സത്യമാണ്. ഇന്നലെയുള്ള ജീവിതങ്ങളിൽ അത് വ്യക്തമായി നമുക്ക് അനേകം കൂടെ പഠിക്കുവാൻ കഴിയും. സങ്കടം എന്ന ആ ഒരു വിഷയം തന്നെ നാം പഠിച്ചു നോക്കിയാൽ മാനുഷിക രീതിയിൽ ചിന്തിച്ചാൽ സങ്കടങ്ങൾ ഭയങ്കരമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നലെയെക്കുറിച്ച് ഓർത്ത് മനുഷ്യൻ സങ്കടപ്പെടുന്നു. നാളെ ഓർത്ത് മനുഷ്യൻ ആശങ്കപ്പെടുന്നു. അത് സാധാരണ വ്യക്തികൾ മാത്രമല്ല, മന്ത്രിമാർ തുടങ്ങി സമൂഹത്തിലെ പ്രമുഖർ വരെ സങ്കടമില്ലേ എന്ന് ചോദിച്ചാൽ, സങ്കടമല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുവാൻ അവർ ആഗ്രഹിക്കുകയും, മാത്രമല്ല അവർക്ക് മാത്രമാണോ പ്രശ്നം, അത് ഈ പട്ടണങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ദേശത്ത് പാർക്കുന്ന പൗരപ്രമുഖന്മാർ പോലും ഏതെങ്കിലും നിലയിൽ അവർ സങ്കടത്തിൽ കൂടെ കടന്നുപോകും. എന്തിനേറെ പറയണം, മനുഷ്യനായി പിറന്ന ഓരോ വ്യക്തിക്കും അവൻ്റേതായ മേഖലയിൽ നിൽക്കുമ്പോൾ അതിനനുസൃതമായ സങ്കടങ്ങളും പേറിക്കൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നോബൽ സമ്മാനം വാങ്ങിയ, സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിയ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ ഒരു ഭാഗം ഇങ്ങനെയുണ്ട്: എനിക്ക് നാളെക്കുറിച്ച് പേടിയില്ല, ഇന്നലെക്കുറിച്ച് എനിക്ക് സങ്കടവുമില്ല, സങ്കടമില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, നാളെക്കുറിച്ച് എനിക്ക് പേടിയില്ല, ഇന്നലെക്കുറിച്ച് എനിക്ക് സങ്കടവുമില്ല, പക്ഷേ സങ്കടമില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളിലും അത് എല്ലാ നിലവാരങ്ങളിലും മനുഷ്യൻ ഏതെങ്കിലും ഒരു വിധത്തിൽ ഈ സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നോക്കുക, തോട്ടിൻ്റെ നടുവിൽ ചില സന്ദർഭങ്ങളിൽ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അത് പാറകളുടെ കൂമ്പാരം ഇരിക്കുന്നത് കാണുവാൻ കഴിയും. ഈ ഒഴുകി വരുന്ന വെള്ളം ഈ പാറമേൽ വന്ന് തട്ടുന്നത് അതിന് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ പാറമേൽ തട്ടുന്നത് തനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ പാറ കണ്ടത് ഒഴിഞ്ഞു മാറി പോകുവാൻ ശ്രമിക്കുന്നു. സങ്കടങ്ങൾ അതല്ലെങ്കിൽ ഈ സങ്കടമെന്ന ഈ പാറ കഷണങ്ങളെ അതിജീവിച്ച് അതിന് മുൻപോട്ട് പോകുന്നത് വളരെ ദുരിതമാണെങ്കിൽ പോലും ആ ഭാഗം ഒഴിവാക്കി ഒഴുകുവാൻ അത് ആഗ്രഹിക്കുക. എത്ര ഒഴുകിയാലും ചിലപ്പോൾ ആ പാറയിൽ കൂടെ കയറി ഇറങ്ങിയേ ആ വെള്ളത്തിന് മുൻപോട്ട് പോകുവാൻ കഴിയുന്നുള്ളൂ. നമ്മുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഇതിലേക്ക് ഒഴിഞ്ഞു മാറി പോകാം എന്ന് നാം ചിന്തിച്ചാലും ചിലപ്പോൾ ആ യാതനകൾ കൂടെയും ആ വേദനയിൽ കൂടെ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇനി ഈ സങ്കടങ്ങളെയും ഭാരങ്ങളെയും പങ്കുവയ്ക്കുവാൻ നാം ശ്രമിച്ചാലോ? ഒരുപക്ഷെ നിങ്ങൾ സഹോദരങ്ങൾ തങ്ങളുടെ സഹോദരിമാരോട് തങ്ങളുടെ ഭാരങ്ങളെ പങ്കുവെക്കുന്നു. ഒരുപക്ഷെ മക്കളോട് അതേ ഭാരങ്ങളെ പങ്കുവെക്കുന്നു. ഒരുപക്ഷെ നടത്തിപ്പുകാരോട് വന്ന് ഈ ഭാരങ്ങളെ നിങ്ങൾ പങ്കുവെക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹിതർ സഭാവിശ്വാസികളോട് നിങ്ങളുടെ ഭാരങ്ങളെ പങ്കുവെക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര നാം ഭാരങ്ങൾ പങ്കുവെച്ചാലും അല്പം ആശ്വാസം തെല്ലും ലഭിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഭാരത്തിൻ്റെ മേൽ വലിയ ഭാരങ്ങൾ പിന്നെയും ജീവിതത്തിൽ വന്നു കയറുകയാണ്. കാരണം ഈ കേൾക്കുന്ന വ്യക്തികൾ അത് അവർക്ക് ഒരുപക്ഷെ താങ്ങുവാൻ കഴിയുമോ എന്ന് അറിയുന്നില്ല. അവർ മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്ത് അത് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ യോബ് ചോദിക്കുന്നത്, എൻ്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. തൻ്റെ സ്നേഹിതന്മാരായ സഹോദരന്മാർ തൻ്റെ സങ്കടങ്ങൾ അവനോട് വിവരിച്ചു പറയുമ്പോൾ അവർ തിരിച്ചും അല്ലെ അവനോട് മറുചോദ്യങ്ങളൊക്കെ ചോദിച്ച്, യോബേ, നീ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ത്? ഇങ്ങനെ നീ സംസാരിക്കുന്നതെന്ത്? ഇങ്ങനെ നീ എന്താണ് ഇങ്ങനെ അത് ഭാരപ്പെട്ട് വേവലാതിപ്പെടുന്നതെന്ത്? ഒരു ദൈവമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. എങ്കിൽ പോലും യോബിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടം അത്രമാത്രം ഒരു മനുഷ്യന് ഉൾക്കൊള്ളാവുന്നതിനപ്പുറമായി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ആകുലങ്ങളും ഒരുപക്ഷെ മനുഷ്യനോട് പങ്കുവെച്ചാൽ അവർക്ക് ഉൾക്കൊള്ളാവുന്നതിന് അപ്പുറമായ ഒരു വേദനയോടും ഭാരത്തോടും കൂടെ ആയിരിക്കാം നിങ്ങളൊരു പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. അതെ, നിങ്ങൾ അനവധി തവണയായി ഒരുപക്ഷെ ഏകാന്തമായോ ഒരുപക്ഷെ അതേ ഏതെങ്കിലും നിലവാരങ്ങളിലോ നിങ്ങൾ ചിന്തിച്ചും പറഞ്ഞിട്ടും അതിൽ പോയിട്ടുണ്ടാകാം. കർത്താവേ, എൻ്റെ കണ്ണുനീർ കാണുന്നവരാരുമില്ലേ? എൻ്റെ വേദന അറിയുന്നവരാരുമില്ലേ? എന്നെ ഉള്ളതുപോലെ അറിയുന്നവർ ആരുമില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ചിന്തിച്ചെന്ന് വന്നേക്കാം, എൻ്റെ സഹോദരിക്ക് എന്നെ ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ ഭർത്താവിന് എന്നെ ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ മക്കൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലല്ലോ. അയ്യോ, എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും ഞങ്ങളെ വേണ്ടതുപോലെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെ അനവധിയായി അതേ സങ്കടങ്ങളും പേറി ഇന്ന് മനുഷ്യൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗവും പങ്കുമായി നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്കോ ഈ കാണുന്ന ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു നാം കണ്ടു പരിചയപ്പെട്ടൊരു വ്യക്തിക്കോ ഒന്നും തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരുവാൻ സാധ്യമല്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരുവാൻ, നമ്മുടെ സങ്കടങ്ങളെയും വേദനകളെയും മാറ്റിത്തരുവാൻ, നമ്മുടെ കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവം മാത്രമാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സങ്കടങ്ങളെയും വേദനകളെയും ദൂരത്തുനിന്നും അതേ ചാരത്തുനിന്നും അറിയുന്നവനായ ഒരു നസ്രയനായ യേശുവുണ്ട്.
ആ യേശു ക്രിസ്തു ഇതാ നിങ്ങളുടെ സമീപത്ത് വന്നിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് കൊള്ളാമായിരുന്നു. ഇതാ എൻ്റെ ഒപ്പ് എന്ന് പറഞ്ഞവൻ അടിവരയിടുകയാണ്. കാരണം ഇനി ഇതിനപ്പുറം എനിക്കൊന്നും സംസാരിക്കാനില്ല. സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ എന്ന ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം നിങ്ങൾക്കും എനിക്കും ഉത്തരം നൽകുവാനായി അവൻ നമ്മുടെ മധ്യമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ഞാൻ പറയുന്ന ഭാഗം നിങ്ങൾ ഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ എൻ്റെ സങ്കടം കേൾക്കുന്നവൻ ഈ ഭൂതലത്തിൽ എനിക്ക് ആരുമില്ല കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ ദൂരത്തെന്ന് അറിയുന്ന ഒരു യേശു ഇതാ നമ്മുടെ ചാരത്ത് വന്ന് നിൽക്കുന്നു. അതെ, നിങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അതെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അതേ പല വിധത്തിലായിരിക്കാം. ഒരുപക്ഷെ ശാരീരിക രോഗമായിരിക്കാം, ചിലപ്പോൾ മാനസികമായ കഷ്ടങ്ങളായിരിക്കാം, ചിലപ്പോൾ പൊതുവിൽ നിങ്ങൾക്ക് നേരിടുന്നതായ പ്രശ്നങ്ങളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ അയൽവക്കങ്ങളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകളായിരിക്കാം. എന്നാൽ നിങ്ങളുടെ സങ്കടം കേൾക്കുന്ന ഒരു വലിയ പാളയത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വേദനകൾ അറിയുന്നവൻ ഈ പാളയത്തിൽ വന്നിട്ടുണ്ട്. ഒരു നിമിഷം മുഴങ്കാലുകൾ മടക്കിയാട്ടെ, ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ, ഒരു നിമിഷം നിങ്ങളുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. നിങ്ങൾ ഇനി ആരാധന കഴിഞ്ഞിട്ട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞു പോകണ്ട. നിങ്ങളുടെ സമീപസ്ഥനായി യേശു വന്ന് നിൽക്കുന്നു. നിങ്ങളുടെ സമീപസ്ഥനായി യേശു ക്രിസ്തു വന്ന് നിൽക്കുന്നു. അവൻ നിങ്ങളുടെ വേദനകളെ അറിയുന്നവനാണ്. അവൻ നിങ്ങളുടെ ഭാരങ്ങളെ അറിയുന്നവനാണ്. അവൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നവനാണ്. നിങ്ങൾ മൗനമായിരിക്കുകയല്ല. നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നവനോട് അതെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞാട്ട്, നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്നവനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാട്ട്, നമ്മുടെ യേശു സമീപസ്ഥനാണ്. നമ്മുടെ യേശു മാറാത്തവനാണ്. നമ്മുടെ യേശു വിടുവിക്കുന്നവനാണ്. നമ്മുടെ യേശു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനാണ്. അത് 4-ാം യാമത്തിലാണെങ്കിൽ പോലും അവിടെയും വന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്നവനാണ്. നമ്മുടെ യേശു എല്ലാത്തിനും എല്ലാമാണ്. അതെ, ജാതിയെന്നോ മതമെന്നോ ബന്ധമെന്നോ വ്യത്യാസമില്ലാതെ ആരവത്തിലേക്ക് നോക്കുന്നുവോ അവർക്ക് അതെ പ്രത്യാശയുടെ നങ്കൂരമാണ് ക്രിസ്തു. ഇന്ന് അവൻ പ്രവർത്തിപ്പാൻ ശക്തിയുള്ളവനായി, ഇന്നും വിടുവിപ്പാൻ ശക്തിയുള്ളവനായി. അതെന്റെ മക്കളെ ഓർത്ത് നീ ഭാരപ്പെടുന്നുവോ? ഇല്ല, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം. അതെ, നിങ്ങളുടെ മക്കളുടെ ഭാവിയെ ഓർത്ത് നീ ആശങ്കപ്പെടുന്നുവോ? ഇല്ല, നിന്റെ ആ സങ്കടങ്ങളെ ദൈവം ദൂരത്തുനിന്ന് അറിയുന്നു. നിങ്ങളുടെ വേദനകളെ അവൻ ദൂരത്തുനിന്ന് അറിയുന്നു. പ്രിയ സഹോദര, ഒരു നിമിഷം നിന്റെ വായൊന്ന് തുറന്ന് നിന്റെ വേദനകൾ ദൈവത്തോട് അറിയിച്ചാട്ടെ. പ്രിയ മകളെ, ഒരു നിമിഷം നിന്റെ വേദനകൾ അതെ നിന്റെ ദൈവത്തോട് നീ അറിയിച്ചാട്ടെ. ഈ യോബിനോട് ചേർന്നുകൊണ്ട് നമുക്ക് പറയാം, എന്റെ സങ്കടം കേൾക്കുന്നവൻ എനിക്കുണ്ടായിരുന്നവർ കൊള്ളാമായിരുന്നു. അതെ, നമ്മുടെ സങ്കടം കേൾക്കുന്ന ഒരുവനുണ്ട്, നമ്മുടെ വേദന അറിയുന്ന ഒരുവനുണ്ട്, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരുവനുണ്ട്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വിളിക്കുമ്പോൾ അടുക്കൽ വരുന്നവനാണ്. ഇന്ന് അവൻ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം, ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മുടെ സങ്കേതവും കോട്ടയമാണ്. ഓരോരുത്തരും വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാട്ട്, എന്റെ സങ്കടം അറിയുന്ന ഒരു യേശുവുണ്ട്, എന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമകളെ, പ്രിയമകളെ, ഇന്ന് നീ ആശങ്കയോടെ ഇറങ്ങിപ്പോകണ്ട. ഇന്ന് നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇന്ന് നിങ്ങളുടെ വേദനയ്ക്കൊരു പരിഹാരമുണ്ട്. ഇന്ന് നീ ശരീരത്തിൽ അനുഭവിക്കുന്ന ഈ രോഗശക്തിക്ക് ദൈവത്തിന് നിന്റെ അധികാരമുണ്ട്. നിന്നെ വിടുവിച്ചയക്കുവാൻ Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് തന്നെ ശരണമക്ക് നമുക്ക് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് തന്നെ എന്റെ പ്രശ്നങ്ങൾക്ക് യേശു മതിയായവൻ, എന്റെ സങ്കടങ്ങൾ കേൾക്കുന്നവൻ ജീവിക്കുന്നു. അത് അംഗീകരിക്കുന്ന ദൈവമക്കൾ വീണ്ടും കരകളിൽ ഹല്ലേലൂയ വിളിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, പ്രശ്നങ്ങൾ അതേ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ എത്രയോ ജീവിതങ്ങളാണ് നിരാശയിൽ കടന്നു പോകുന്നത്. എത്രയോ പ്രിയപ്പെട്ടവർ ആത്മഹത്യയിലേക്ക് പോകുന്നു. എത്രയോ പ്രിയപ്പെട്ടവർ അതേ ഈ സങ്കടങ്ങളും വേദനകളും അതിക്രമിച്ചു വരുമ്പോൾ
മാനസികമായ ക്ലേശങ്ങളാൽ ഒന്നുകിൽ ഭവനം വിട്ടിറങ്ങിപ്പോകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ചിലർ പോയി ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുമോ? അതേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ അലട്ടുന്ന ആശങ്കകൾ, അതേ നിങ്ങളുടെ ബുദ്ധിക്കൊത്തതായ ആശയത്തിൽ ഇറങ്ങി കയ്യാങ്കളി നടത്തിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ സങ്കടങ്ങൾ തീരുമോ? മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ച് ഇന്ന് ലോകത്തിൽ എത്രയോ പേർ തങ്ങളുടെ ആശങ്കകളെ അകറ്റുവാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ ദിനം പ്രതി ആശങ്കകൾ വർദ്ധിച്ചു വരുന്നതേ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾക്ക് പരിഹാരിയായ ഒരു കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളാകാം, ഒരുപക്ഷെ സഭയിൽ നിന്നുള്ളതായ പ്രയാസങ്ങൾ ഒരുപക്ഷെ ആയി എന്ന് വന്നേക്കാം. ഇല്ല, ഈ സങ്കടങ്ങളും വേദനകളും എല്ലാം തന്നെ മറികടക്കുവാൻ, അതിനേക്കെയും പരിഹാരം നൽകുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ആ ദൈവത്തിൽ ആശ്രയിക്കുകയും ആ ദൈവം നമ്മുടെ വേദനകളെയും നമ്മുടെ യാതനകളെയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് അതേ പരിഹാരം തരുന്ന ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം നാം പഠിച്ചു നോക്കിയാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, നീ ഒരു മകനെ പ്രസവിക്കും. വായിച്ചാട്ടെ. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവന് ഇശ്മായേൽ എന്ന നീ പേർ വിളിക്കണം. ദൈവത്തിന്റെ മഹത്വം ശ്രദ്ധിക്കണമേ. ഇവിടെ ഹാഗാർ എന്ന് പറയുന്ന ഒരു സഹോദരിയെ നമുക്ക് തിരുവഴുത്തിൽ കൊണ്ട് പഠിക്കുവാൻ കഴിയും. അബ്രഹാമിന്റെ ജീവിത പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വിശദമായ വിശദീകരണങ്ങളില്ലാതെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അതേ അബ്രഹാമിന്റെ ഭാര്യയായ സാറ കൂടെ ഉണ്ടെങ്കിൽ പോലും തന്റെ ജീവിതത്തിന് അതേ മുൻപോട്ടുള്ള ജീവിതയാത്രയ്ക്ക് പര്യാപ്തമായി ഹാഗാറിനെ എന്ന ഒരു സ്ത്രീ ദാസിയെ അതേ സാറ നിമിത്തം അബ്രഹാമിന് അനുവദിച്ചു കൊടുക്കുന്നു. എന്നാൽ പിൽക്കാലത്ത് അബ്രഹാമിനെ ദൈവം കരുണ കാണിച്ചു. ആ ഹാഗാറിൽ കൂടെ ഒരു സന്തതി ഉളവാക്കുവാൻ സ്വർഗത്തിന്റെ ദൈവം അതിനായി അനുവാദം കൊടുക്കുകയും ദൈവത്തിന്റെ പദ്ധതികൾ ഓരോന്നോരോന്നായി അബ്രഹാമിൽ നിറവേറുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അധിക നാള് ആ സന്തോഷം നീണ്ടുപോയില്ല. കുറച്ച് അല്പം മുൻപോട്ട് പോയപ്പോൾ വീട്ടിൽ സംസാരങ്ങളും പ്രശ്നങ്ങളുമായി സമാധാനം നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ സാറായിക്കോ ഇവളെ അത്രത്തോളം ഉൾക്കൊണ്ടു പോകുവാനുള്ളതായ ശേഷിയോ കൃപയോ ഇല്ലാതെ പോയി എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഹാഗാർ അവൾ കുറച്ചുകൂടെ കാഠിന്യങ്ങൾ ഭവനത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ അവൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ ഇറങ്ങിപ്പോയതുകൊണ്ട് അതേ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുമോ? ദൈവത്തിന് സ്തോത്രം. അതേ അവൾ വീട് വിട്ട് ഓടിപ്പോയി എന്ന് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹാഗാറിന്റെ പ്രശ്നം തീർന്നോ? ഒരിക്കലും തീർന്നില്ല. അങ്ങനെ മുൻപോട്ട് വരുമ്പോഴാണ് ഒരു ദൂതൻ വഴി വെച്ച് അവളെ കാണുകയാണ്. ചോദിക്കുന്നു, ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? വായിച്ചാട്ടെ 8-ാമത് വാക്യം 7-8. പിന്നെ യഹോവയുടെ ദൂതൻ 7-8. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ഒരു നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായുടെ ദാസിയായ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനു അവൾ, ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന്റെ ദൂതൻ ചോദിക്കുന്നു, നീ എവിടെ പോകുകയാണ്? എന്താണ് നിന്റെ ഉദ്ദേശം? നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് സാറായുടെ കൂടെ ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഇന്ന് കുടുംബജീവിതങ്ങളിൽ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതേ ഒരു വീട്ടിൽ വിവാഹം കഴിച്ചു വന്നു ചേരുന്ന ഒരു പെൺകുട്ടിക്ക് ആ വീട്ടിൽ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇറങ്ങി ഓടുന്ന സന്ദർഭങ്ങൾ ലോകത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഉടൻ തന്നെ ഭർത്താവിൻ്റെ വീട് വിട്ടിട്ട് സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അനുഭവങ്ങൾ എത്രയോ വാർത്തകളാണ് മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു സ്ഥാപനത്തിൽ ചെറിയൊരു പ്രയാസമുണ്ടാകുമ്പോൾ ഇനി ഞാൻ ആ സ്ഥലത്തേക്ക് ജോലിക്ക് ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ വിട്ട് പിരിയുന്നു. അതേ ഒരു ആരാധന സ്ഥലത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് പിന്നെ ആ ആരാധന സ്ഥലം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ചിലരോ ഭവനങ്ങളിൽ തനിയെ പാർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിസ്സാരമായ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നതിനാൽ ജനിച്ച ആ സന്തതിയുടെ പേര് ഇസ്മായിൽ എന്ന. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ അതേ നിലപാടുകളും ഇടപാടുകളും നാം കൊണ്ടുവരുന്നുവെങ്കിൽ അതേ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ദുഃഖത്തിന് വലിയ കാരണമായി തീരും. ഇവിടെ ദൂതൻ പറയുന്നത്, നീ എന്തുകൊണ്ട് സാറായിക്ക് കീഴടങ്ങിയിരുന്നില്ല? എന്തുകൊണ്ട് നീ കീഴടങ്ങിയിരുന്നില്ല? നീ എന്തിനാണ് ഇങ്ങനെ അതേ നീ ഓടിപ്പോകുവാൻ നീ ശ്രമിച്ചു ഇറങ്ങിത്തിരിച്ചത്? നീ കീഴടങ്ങിയിരിക്കുകയല്ലേ വേണ്ടത്? ദൂതൻ പറഞ്ഞു, നീ പോയി കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, എങ്കിലും ആ ഒരു സ്ത്രീക്ക് അവിടുന്ന് നേരിട്ടതായ ബുദ്ധിമുട്ടുകൾ നിമിത്തം അവൾ മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. നോക്കൂ, ഒരു ചെറിയ സങ്കടത്തെ അതിജീവിച്ച് മുൻപോട്ട് വന്നവളുടെ പിന്നീടുള്ള അവസ്ഥ പഠിച്ചു നോക്കിയാൽ 21-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ നാം വായിച്ചു വരുമ്പോൾ 21-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. ദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ അബ്രഹാമിനോട് സാറ പറഞ്ഞു കൊടുക്കുന്നു, ഇനി ഒരു വിധത്തിലും അവളെ അന്വേഷിക്കേണ്ട കാര്യമില്ല, ഇനി അവളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അവളെ ഇനി പുറത്താക്കി കളയണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രശ്നങ്ങൾ കൂടുകയാണ്, പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. അതേ അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് അവളെ ഇന്ന് പറഞ്ഞയക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവസാനം എന്ത് സംഭവിച്ചു? അവൾ ആ വീട്ടിൽ നിന്ന് അപ്പൂ ഒരു തുരുത്തി വെള്ളവുമായി, ആവശ്യമുള്ള വെള്ളവുമായി അവൾ അധികാലത്ത് തന്നെ അബ്രഹാം അവളെ പറഞ്ഞയക്കുകയാണ്. അവൾ ഇറങ്ങി പുറപ്പെട്ടു പോകുകയാണ്. അതേ കയ്യിലിരിക്കുന്ന അപ്പവും വെള്ളമെല്ലാം തീർന്നു, ഇനി ഒരു രക്ഷയുമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നേരത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അപ്പോൾ അവൾ അവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ വലിയ കാര്യമല്ല ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പരിഹാസി എന്ന ഒരു കാര്യം നാം മനസ്സിലാക്കിക്കൊള്ളണം. ആദ്യം ആ ചെറിയൊരു വിഷയത്തിൽ അവൾ സഹിച്ചിരുന്നു എങ്കിൽ പിന്നീട് അവൾക്ക് ഇത്രമാത്രം പീഡനവും കാഠിന്യവും വരികയില്ലായിരുന്നു. പലപ്പോഴും അതേ ഈ സങ്കടങ്ങൾ, വേദനകൾ, ആവലാദികൾ പലപ്പോഴും നാം തന്നെ സ്വയം വരുത്തി വയ്ക്കുന്നതെന്ന് വേണം പറയുവാൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ ഈ ഹാഗാറിന്റെ ജീവിതത്തിൽ വളരെ സങ്കടമായിരിക്കുന്നു. ഒരു അൻപിൻപാട് ദൂരത്തിൽ ഇപ്പോൾ അവർക്ക് സാറായെ കുറിച്ചുള്ള വിഷമമല്ല, ഇപ്പോൾ അബ്രഹാമിനെ കുറിച്ചുള്ളതല്ല അവരുടെ വിഷമം, അവരുടെ കുഞ്ഞിനെ കുറിച്ചുള്ള വേവലാതിയാണ്. ഒരു അൻപിൻപാട് ദൂരത്തിൽ കുഞ്ഞിനെ കൊണ്ടൊരു കൊടുങ്കാട്ടിൽ കിടത്തിയിരിക്കുന്നു. ആ കുഞ്ഞിന്റെ അതേ കുഞ്ഞു കിടന്നിപ്പോൾ അത് ഉറങ്ങുന്ന ഒരു അനുഭവം. അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചു വരികയാണ്, സങ്കടം വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കൊടുങ്കാറ്റിൽ നിന്ന് ഒരു രോദന ശബ്ദം കേൾക്കുന്നു. അത് മറ്റാരുടെയുമല്ല, തൻ്റെ കുഞ്ഞിന്റെ ശബ്ദമെന്ന് മാതാവ് തിരിച്ചറിഞ്ഞ് അവൾ അതേ സങ്കടപ്പെട്ട് വേദനപ്പെടുകയാണ്. കാരണം എന്തിനാണ് അവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ആക്കിയിരിക്കുന്നത്? കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട. ഇപ്പോൾ അവളെ അലട്ടുന്നത് അവൾക്ക് ജനിച്ച ആ കുഞ്ഞ് എന്നേക്കുമായി തന്നോട് വിട പറയുന്ന ഒരു അനുഭവം. സങ്കടത്തിന്റെ കാഠിന്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ ഇതുപോലെയാണ് അനവധിയായി സങ്കടങ്ങൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, വർദ്ധിച്ചു വരികയാണ്. എന്നാൽ അബ്രഹാമിന്റെ ദൈവമോ, ഇസഹാക്കിന്റെ ദൈവമോ, യാക്കോബിന്റെ ദൈവം എന്നേക്കുമുള്ള ദൈവമാകിയാൽ അബ്രഹാമിന്റെ ദൈവം ഹാഗാറിന്റെ അടുക്കലേക്ക് ചെന്നു, ഹാഗാരേ എന്ന് വിളിച്ച് അവളോട് ചോദിക്കുന്നു, എന്താണ് നിന്റെ പ്രശ്നം? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതാ എന്റെ കുഞ്ഞ് മരിച്ചു പോകും. ഒരു അൻപിൻപാട് ദൂരത്ത് അവളെ കുഞ്ഞിനെ കൊണ്ടാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം, വെളിപ്പാടും ദർശനങ്ങളെല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടു. അവൾ വേറെ നിലയിലേക്ക് മാറ്റപ്പെട്ടു. അതുകൊണ്ട് സമീപത്തുള്ളതായ നീരുറവ് അവൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെയും പ്രശ്നം ഇത് തന്നെയാണ്. നമ്മുടെ കൺമുൻപിൽ ദൈവം അനുവദിച്ചു വച്ചിരിക്കുന്നതായ വാഗ്ദത്തങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നമുക്ക് അതേ തന്നിരിക്കുന്നതായ ക്രിസ്തുവിനെ കുറിച്ച് ഗ്രഹിക്കാൻ കഴിയുന്നില്ല.
നാം അതേ നമ്മുടെ അക്ഷരികമായ കണ്ണുകൊണ്ട് മുൻപിൽ കാണുന്നതിനെ കണ്ട് ആശങ്കപ്പെടുകയാണ്. എന്നാൽ ഒരു ദൈവവൈദ്യം വിശ്വസിക്കണം, എന്റെ ദൈവം സർവ്വശക്തനാ, എന്റെ ദൈവം സർവ്വശക്തിയുള്ളവനാ. എന്റെ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി പ്രവർത്തിപ്പാൻ. എന്റെ ദൈവം ഇന്ന് എനിക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും. അവൻ എനിക്ക് വേണ്ടി ചെറുതല്ല, അവൻ വൻകാര്യങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമാണ്. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്റെ ദൈവം അതേ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവനാണ്. എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏറ്റു പറയണം, എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ കൺമുൻപിൽ പോലും അതേ ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്ത് അതേ ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തുവാൻ ആ ദൈവത്തിന് ഇന്നും ശക്തിയുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ പ്രിയപ്പെട്ടവരെ, അവളുടെ കണ്ണൊന്ന് തുറന്നു നോക്കിയപ്പോൾ അവളൊരു നീരുറവ കാണുകയാണ്. ആ നീരുറവ, ആ നീരുറവയിൽ നിന്നും വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ അവൻ ഒരു വില്ലാളിയായി തീർന്നു എന്ന് എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരു കുടുംബത്തിന്റെ നിലവിളിയും അവരുടെ ആശങ്കകളുമാണ് ഒരു ചുരുങ്ങിയ വാചകത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. യോബിന്റെ പുസ്തകം എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? യോബിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളും എടുത്ത് വായിച്ചു നോക്കാമോ? യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു, ഞാൻ എന്റെ സങ്കടം തുറന്നു പറയും, ഞാൻ എന്റെ സങ്കടങ്ങളെ തുറന്നു പറയും, എന്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും, ഞാൻ ദൈവത്തോട് പറയും, എന്നെ കുറ്റം വിധിക്കരുതേ, എന്നോട് വ്യവഹരിപ്പാൻ സംഗതി എന്ത്, എന്നെ അറിയിക്കണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ യോബിന് മറ്റൊരു അറിവിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. എന്റെ സങ്കടങ്ങൾ ഞാൻ തുറന്നു പറയും. ആരോട്? മനുഷ്യരോടല്ല. എന്റെ സങ്കടങ്ങൾ ഞാൻ എന്റെ ദൈവത്തോട് പറയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിലെ സങ്കടങ്ങളെയും അവരുടെ വേദനകളെയും അവരുടെ ഭാരങ്ങളെ അകറ്റുവാൻ ഇഹലോകത്തിൽ ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ പേരാണ് സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു മനുഷ്യന്റെ കണ്ണിലെ കണ്ണുനീരിൽ തുടയ്ക്കുന്നവനാണ്. നമുക്കറിയാം, ബെഥന്യ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് യേശു പോയി. മാർത്തയുടെയും മറിയുടെയും അടുക്കലെത്തി. അവിടെ ചെന്ന് ആ സഹോദരിമാരുടെ വേദനകളും യാതനകളും മനസ്സിലാക്കി യേശു ചോദിക്കുന്നു, ലാസറിനെ അടക്കിയിരിക്കുന്നു എവിടെ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉടൻ തന്നെ അവർ പറയുന്നു, കർത്താവേ, അവനെ അടക്കി 4-ാം ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു, ഇനി തിരികെ വരുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശുവിന്റെ അമ്മ മറിയ എന്താണ് പറയുന്നത്? സർവശക്തന്റെ ജീവിതത്തിൽ വലിയ വച്ചിരിക്കുന്നു. ചെറിയൊരു കാര്യമല്ല. ആ വചനം നമുക്ക് മുറുകെ പിടിച്ചു പറഞ്ഞാൽ, ആ വചനം ഈ മറിയെ മുറുകെ പിടിച്ചു പറഞ്ഞാൽ, ഈ വചനം മാർത്തയെ മുറുകെ പിടിച്ചു പറയുന്നുവെങ്കിൽ അതേ ധൈര്യമായി പറയുവാൻ കഴിയും. എന്താ? ഞങ്ങളുടെ ലാസർ സഹോദരൻ മരിച്ചിരിക്കുന്നു, 4 നാളായിരിക്കുന്നു, നാറ്റം വെച്ചിരിക്കുന്നു എന്നല്ല പറയേണ്ടത്. യേശുവേ, അങ്ങേക്ക് സകലതും കഴിയും. കർത്താവിന്റെ അവസ്ഥകളെയും വേദനകളെയും കണ്ട് അതേപോലെ സങ്കടങ്ങൾ മനസ്സിലാക്കി യേശു കണ്ണുനീർ തൂക്കുകയാണ്. ലാസറിനെ അടക്കിയിരിക്കുന്ന എവിടെ? യേശു കല്ലറക്കൽ ചെല്ലുകയും അവരുടെ പ്രശ്നത്തിന് പരിഹാരം യേശു ഇവിടെ കൊടുക്കുകയും, ലാസറേ പുറത്തു വരിക എന്ന ഘോരമായ ശബ്ദത്തിങ്കൽ ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ അധികാരത്തോടെ വിളിച്ചു എന്ന് വന്നേക്കാം, ഒരുപക്ഷെ സ്നേഹത്തോടെ ലാസറേ എന്ന് വിളിച്ചു എന്ന് വന്നേക്കാം. ഏതായാലും ശരി, കർത്താവായ യേശു ആദരം പൊഴിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ആ ശബ്ദത്തിങ്കൽ അതെ ലാസർ പുറത്തു വരികയും ആ കുടുംബത്തിന്റെ ആ പ്രശ്നങ്ങളും ആശങ്കകളും അകറ്റുകയും. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കട്ടെ. ഇന്ന് നിങ്ങൾ നേരിടുന്ന സങ്കടങ്ങൾ ഏതു വിധത്തിലാണ്? നിങ്ങൾ നേരിടുന്ന സങ്കടങ്ങൾ അത് ഒന്ന് സ്വയം പ്രവൃത്തികളാലും സ്വയ നിരൂപണങ്ങളാലും വന്നു ഭവിച്ചിരിക്കുന്ന സങ്കടങ്ങളാണോ? അതോ ഇന്ന് നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മറ്റു പലരുടെ അതേ പ്രവർത്തനങ്ങൾ മൂലമുള്ളതാണോ? അതോ ഇന്ന് നിങ്ങൾ നേരിടുന്ന സങ്കടങ്ങൾ ദൈവത്താൽ വന്നതാണോ? ഇത് നിങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുവാൻ ബാധ്യസ്ഥരാണ്. വില്ലേജ് ഓഫീസിൽ ശരിയാക്കേണ്ട കാര്യങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ പോയി ശരിയാക്കിയേ പറ്റുമോ?
പറ്റുകയും വില്ലേജ് ഓഫീസിൽ പോകേണ്ടത് വില്ലേജ് ഓഫീസിൽ തന്നെ പോകണം, പഞ്ചായത്തിൽ പോകേണ്ടത് പഞ്ചായത്തിൽ തന്നെ പോകണം, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ തന്നെ പോകണം. നാം നമ്മുടെ ജീവിതത്തെ നാം ഇന്ന് നേരിടുന്നതായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മെ തന്നെ നാം കണ്ടുപിടിക്കും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ചിലര് അത് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ തങ്ങളുടെ പ്രവൃത്തി മൂലമാണ് വന്നതെങ്കിലും പ്രയാസങ്ങൾ വന്നു ചേരുമ്പോൾ അത് മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്ത് ഒരു ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അഴുക്കുചാല് വൃത്തിയാക്കുന്നതിനിടെ ആ കുഴിയിൽ അകപ്പെട്ടു, ആ ഒഴുക്കിൽ അകപ്പെട്ടു. ഒരു കുടുംബം കിടന്ന് സങ്കടപ്പെട്ട് കരയുകയാണ്, അലമുറയിട്ട് കരയുകയാണ്. അപ്പോൾ ഭരണാധികാരികളും മറ്റും പലരും അത് പറയുന്നു. ഒരു കൂട്ടർ പറയുന്നത് റെയിൽവേയുടെ കുറ്റമാണ്, അവർ തിരിച്ചു പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ കുറ്റമാണ്. ആരും ആ കുറ്റം ഏറ്റെടുക്കുന്നില്ല. ഒരു മനുഷ്യന്റെ സങ്കടം അവർ മനസ്സിലാക്കുന്നില്ല. ഒരു മനുഷ്യന്റെ പ്രാണന്റെ വില പലരും ഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ ജോയിയുടെ കുടുംബത്തിലേക്ക് ചെന്നാലോ അവർ നെഞ്ചത്തടിച്ചിട്ട് കരയുന്ന കരച്ചില, ഞങ്ങളുടെ അതേ പിതാവിനെ ഞങ്ങൾക്ക് കൊണ്ടുതരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പപ്പായെ ഞങ്ങൾക്ക് തിരികെ കിട്ടണം, ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരികെ കൊണ്ടുവരണം, അമ്മയാണെങ്കിൽ പറയും എൻ്റെ മകനെ എനിക്ക് കിട്ടണം. അവർ പ്രാർത്ഥിച്ചു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വേദനകളും സങ്കടങ്ങളും ഈ ലോകത്തിൽ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, തിരുവഴുത്തിൽ നാം പഠിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കണം. കർത്താവേ, ഇന്ന് ഞാൻ നേരിടുന്ന ഈ വേദനകളും, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ഭാരങ്ങളും, ഇന്ന് എൻ്റെ കുടുംബത്തെ അലട്ടുന്ന ഈ പ്രശ്നങ്ങളുടെ കാരണം എവിടെയാണ്? ഒന്ന്, ഞാൻ വരുത്തി വെച്ചതാണോ? രണ്ട്, ഇത് മറ്റുള്ളവരാൽ വന്ന് ഭവിച്ചതാണോ? മൂന്ന്, ഇത് ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വായിച്ചാൽ നിത്യജീവനും ശാഠ്യം കൊണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിന്റെ മഹത്വം. ആർക്കാണ് ഈ കഷ്ടം വന്നു ചേരുന്നത്? ആർക്കാണ് ഈ പ്രശ്നങ്ങൾ വന്നു ചേരുന്നത്? തിന്മ പ്രവർത്തിക്കുന്ന ഏവനും കഷ്ടവും സങ്കടങ്ങളും വേദനകളും വരും. രണ്ടാമതായി യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ ഇന്ന് നിന്നോട് സംസാരിക്കുന്നത് നീ കേൾക്ക. നീ ആ മത്സരഗ്രഹം പോലെ നീ മത്സരക്കാരനായി ഇരിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് നീ വാ തുറന്ന് തിന്നുക. ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നു. ഒരു പുസ്തക ചുരുൾ ഇരിക്കുന്നതും കണ്ട് അവൻ അതിനെ എന്റെ മുൻപിൽ വിടർത്തി അതിലകത്തും പുറത്തും ഒരു എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും. ഞാൻ നോക്കിയപ്പോൾ വിലാപങ്ങളും സങ്കടങ്ങളും കഷ്ടവും അതിൽ എഴുതിയിരുന്നു. അതെ, കഷ്ടങ്ങളും അതിനകത്ത് എഴുതിയിരിക്കുന്നു. എന്തിനാണ് ഈ കഷ്ടങ്ങളും ഈ വിലാപങ്ങളും? 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക. ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പുസ്തകത്തിന്റെ ചുരുളുകൾ നീ തിന്നണം. എന്താണ് ഈ പുസ്തകത്തിന്റെ ചുരുളുകൾ എഴുതിയിരിക്കുന്നത്? അതിൽ വിലാപങ്ങളുണ്ട്, അതിൽ സങ്കടങ്ങളുണ്ട്. ദൈവത്താൽ അനുവദിക്കപ്പെട്ട ചില സങ്കടങ്ങളും വിലാപങ്ങളും കഷ്ടങ്ങളും. അത് മറ്റുള്ളവരെ വിധിച്ചിട്ട് കാര്യമില്ല. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥിതികളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മ പ്രവർത്തിക്കുന്ന ഏവർക്കും കഷ്ടത വരും. അതവരുടെ സ്വയം പ്രവൃത്തിയാൽ സംഭവിക്കുന്നത്. എന്നാൽ അടുത്തത്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട
അതേ ചില അനുഭവങ്ങളുണ്ട്. മരണമില്ലാത്ത വീട് ഏതാണുള്ളത്? മരണം വരുമ്പോൾ ചിലർ പറയുന്നു, ദൈവം എന്നെ കൈവിട്ടോ, ദൈവം എന്നെ ഉപേക്ഷിച്ചോ, എന്റെ ദൈവം എന്നെ അറിയുന്നില്ലേ, എന്റെ ദൈവം എന്നെ കാണുന്നില്ലേ, ഞങ്ങൾ എന്തിനാണ് ഈ അനുഭവത്തിലേക്ക് പോയത്? അതെ, ഞങ്ങൾ ഇത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചിട്ട് ദൈവം എന്തുകൊണ്ട് ഞങ്ങളെ തള്ളിക്കളഞ്ഞു? എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ ഭാര്യ അതെ ഈ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി, എന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിച്ചാണ് ചില സംഭവങ്ങൾ നടക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഈ തിരുവഴുത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വേണം ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ. ഈ മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റോമാലേഖനം 8-ാം അധ്യായം 35-ഉം 36-ഉം വാക്യങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ബാലോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇപ്പോൾ എനിക്ക് നേരിട്ടിരിക്കുന്ന കഷ്ടങ്ങൾ ഇത് മറ്റുള്ളവർ വരുത്തിയതാണോ? ഇത് ദൈവം അനുവദിച്ചതാ? അതെ, ദൈവം അതെ നമുക്ക് വരുത്തിയതാണോ? അതോ നാം സ്വയം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ കൊണ്ട് വല്ലതും വന്നതാണോ? അല്ല. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് ഈ ക്രിസ്ത്യ ജീവിതം ചെയ്യുവാനായി ഇറങ്ങി തിരിച്ചപ്പോൾ അവനെ അതിൽ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി, തൻ്റെ ആ നല്ല തീരുമാനത്തെ തെറ്റിക്കുവാൻ വേണ്ടി, താൻ എടുത്തിരിക്കുന്ന ഉന്നതമായ ആ വെളിപ്പാടിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ദുഷ്ടനായ സാത്താനും ലോകത്തിന്റെ ശക്തികളും അവനെ ആ പാതയിൽ കൂടെ വലിച്ചിഴച്ച് നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയാണ്. അതിന് നാം ഇരുന്നുകൊണ്ട് എന്താണ് പറയുന്നത്? അന്യ വീട്ടിലെ ഇന്നാര് അവർ എനിക്ക് കൂടോത്രം ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പാതയിലായിരിക്കുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. എന്താണ് ആ തീരുമാനം? അതെ, ഞാൻ ഈ കർത്താവായ യേശുവിനെ സ്നേഹിക്കും, ഞാൻ ഈ കർത്താവായ യേശുവിന് വേണ്ടി ജീവിക്കും, ഞാൻ ഈ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി എനിക്ക് മരിക്കണം, ഈ കർത്താവിന്റെ ഇഷ്ടം എനിക്ക് പൂർണ്ണമായി ചെയ്യണം, ഈ കർത്താവിനെ പോലെ എനിക്ക് ആയിത്തീരണം, എനിക്ക് യേശുവിന് വരവെങ്കിൽ പോകണം. എന്നാൽ ഈ ഒരു നല്ല തീരുമാനത്തെ തകർക്കുവാൻ പിശാച് എന്ത് ചെയ്യുന്നു? പല വിധത്തിൽ പല നിലവാരത്തിൽ തന്റെ ജനത്തോട് പോരാടുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പല വിധത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ തളർന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്ക് നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും വേദനകളും ദൈവികമോ അതോ പൈശാചികമോ? ദൈവത്തിന്റെ സ്തോത്രം. ദൈവികമാണോ അതോ പൈശാചികമാണോ? തിന്മകളുണ്ട് വരുന്നതാണോ എന്ന് നാം സ്വയം പരിശോധിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. ഇല്ല, നാം എടുത്തൊരു തീരുമാനം അതൊരു നല്ല തീരുമാനമാണെങ്കിൽ അതിനകത്ത് നേരിടുന്ന കഷ്ടതകൾ സാരമില്ല. പൗലോസ് പറയുന്നു, എന്നോട് നേരത്തേക്കുള്ള കഷ്ടങ്ങൾ ലഘുവായ കഷ്ടങ്ങൾ അത്യന്തം അനവധിയായി നിത്യ തേജസ്സിന് നിത്യകലം പ്രാപിപ്പാൻ ഹേതുവാകുന്നു. അതുകൊണ്ട് കഷ്ടങ്ങൾ സാരമില്ല നമുക്ക് എണ്ണാം. ഒരുപക്ഷെ കഷ്ടതകൾ വരും, ഒരുപക്ഷെ നഗ്നതകൾ വരും, ഒരുപക്ഷെ ആപത്ത് വരും, ഒരുപക്ഷെ പലവിധമായ അതിനോടനുബന്ധമായ വിവിധമായ കഷ്ടങ്ങൾ കൂടെ നിന്ദകൾ കൂടെയും അപമാനങ്ങൾ കൂടെയും നാം കടന്നു പോകേണ്ടി വരും. സാരമില്ല. നാം തിരഞ്ഞെടുത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അത് ദൈവികമെങ്കിൽ ആ വഴിയിൽ കൂടെ നേരിടുന്ന കഷ്ടങ്ങൾ ഒന്നും നിങ്ങൾ പതറിപ്പോകരുത്. അതിനെല്ലാം ദൈവം നമുക്കൊരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പ്രിയരെ, ദൈവികമായ അനുഭവങ്ങൾ കൂടെ നാം കടക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. അതാണ് എഗസ്കൽ പ്രവൃത്തിയിൽ നാം വായിച്ചു കണ്ടത്. നീ ചുരുൾ തിന്നുക. ശുശ്രൂഷയ്ക്കായി ദൈവം വിളിക്കും. ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് കർത്താവിന്റെ വീട്ടിൽ വരുമ്പോൾ അതേ ആ വിധത്തിലുള്ളതായ കഷ്ടങ്ങൾ നമുക്കുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അതേ പലവിധമായ പരിശോധനകളുണ്ട്. ദൈവം അനുവദിച്ചിട്ടാകുന്നു. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ആലയത്തിൽ നിങ്ങൾ വന്നു ചേരുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൈവം അനുവദിച്ച് ചില കഷ്ടങ്ങൾ വരും. ഇതിനകത്തൊന്നും നിങ്ങൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് മനസ്സ് കലങ്ങി നിങ്ങൾ പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ ഇത് ചിന്തിക്കണം, ഞാനിന്ന് നേരിടുന്ന ഈ സങ്കടങ്ങളും ഞാൻ നേരിടുന്ന ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനകളും ഇത് ദൈവികമായിട്ട് വരുന്നതാണോ അതോ എൻ്റെ കയ്യിലെ പ്രവർത്തികൾ കൊണ്ടോ എൻ്റെ തിന്മ പ്രവർത്തികൾ കൊണ്ടോ വന്നു ചേരുന്ന ഈ പോരാട്ടങ്ങളാണോ എന്ന് ചിന്തിക്കണം. എന്താ, ഒരു ആരാധന മുടങ്ങി പോകുന്നു,
അതേ ആ ആത്മീയമായ കൂട്ടങ്ങളെല്ലാം തള്ളിക്കളയുന്നു. എന്നിട്ട് അതേ ഒരു കഷ്ടം വരുമ്പോൾ വിളിച്ചു പറയുന്നു. എന്താണ് വിളിച്ചു പറയുന്നത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. മക്കളോട് പറയുന്നു, മക്കളെ നിങ്ങൾ ആ വഴിക്ക് പോകരുത്. ആ വഴിക്ക് പോയി ഒരു പാറക്കട്ടയിൽ താഴെ നിലത്ത് പോയി. രണ്ട് കുട്ടികൾ അത് ഒരു കലിങ്കിൽ കയറിയിരുന്ന ഒരു വൈകിട്ട് കാത്തിരിപ്പ് യോഗ സമയത്ത് കലിങ്കിൽ കയറിയിരുന്ന് കാലാട്ടിക്കൊണ്ട് ലോകത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചു, മറ്റും കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയും എങ്ങനോ യാദർശികമായി കാല് കൂടുതൽ നാട്ടിയപ്പോൾ ആ റോഡിൽ കൂടെ പ്രായമുള്ള പലരും കടന്നുപോയി. എന്നിട്ട് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റില്ല. ആട്ടി ഒരുത്തന്റെ കാല അത്യാവശ്യം കൊണ്ട് പൊങ്ങി അവരെങ്ങനെയോ പിടിവിട്ട് പുറകോട്ട് താഴെ പോയി. തലയെന്ന് എവിടെയോ തട്ടുകയോ മുട്ടുകയോ ചെയ്തു. എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഏതായാലും ദൈവത്തിൻ്റെ കരുണയും അനേകളുടെ പ്രാർത്ഥനയും കൊണ്ട് അത് അവൻ അല്പം അത് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. എങ്കിലും തലയോട്ടിയെല്ലാം ഇളക്കി. ഞരമ്പുകൾക്ക് എന്തോ ചെറിയ ക്ഷതങ്ങൾ സംഭവിച്ചു. ഈ കഷ്ടം, ഈ വരുത്തി വെച്ച ഈ വേദന, ഇതിൽ ആരോടാണ് മത്സരിക്കുന്നത്? ഈ വരുത്തി വെച്ച വേദന ആരോടാണ് മത്സരിക്കുന്നത്? ഇത് അവരവർ വരുത്തി വെച്ച വിനകളാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ പ്രിയരെ, നാം ഇത് സ്വയം ഒന്ന് ചിന്തിക്കണം. നാം സ്വയം ഒന്ന് പരിശോധിക്കണം. ഇന്ന് ഞാൻ നേരിടുന്ന ഈ കഷ്ടങ്ങളും ഇന്ന് ഞാൻ നേരിടുന്ന ഈ ഭാരങ്ങളും ഇത് എങ്ങനെയുള്ളതാണ്? ദൈവികമോ പൈശാചികമോ? 102 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, 102 സങ്കീർത്തനത്തിന്റെ 1, 2 അതേ ഭാഗങ്ങൾ വായിക്കുന്നതിന് മുമ്പ് അതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചാൽ കൊള്ളാം. 102 സങ്കീർത്തനത്തിന്റെ ഹെഡിങ് അരിഷ്ടന്റെ പ്രാർത്ഥന എന്നാണ് എഴുതിയിരിക്കുന്നത്. വായിച്ച അരിഷ്ടന്റെ പ്രാർത്ഥന. അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുൻപാകെ തന്റെ സങ്കടത്തെ പകരുമ്പോൾ കഴിച്ചതായ പ്രാർത്ഥന. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് തന്റെ സങ്കടങ്ങൾ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ഭാഗം വായിച്ചു പഠിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താ 3 വിഷയങ്ങൾ തന്നെ ആ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സങ്കടങ്ങളും ആശ്രയങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ 3 അനുഭവങ്ങൾ ആ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി അതേ സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ ഭാഗം ആ മരുഭൂമിയിലെ ഒരു വേഴാമ്പലിനെയാണ് അതേ വിരൽ ചൂണ്ടിക്കൊണ്ട് കാണിക്കുന്നത്. 5, 6 വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്റെ ഞരക്കത്തിന്റെ ഒച്ച നിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ ഒരു വേഴാമ്പൽ പോലെ ആയിരിക്കുന്നു. അതെ, ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ആയിരിക്കുന്നു. അടുത്ത വാക്യം, ഞാൻ ഉറക്കിളച്ചിരിക്കുന്ന വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുക്കിൽ പോലെയാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 3 പക്ഷികളെ വിരൽ ചൂണ്ടി പറയുകയാണ്. ഒരു ഭക്തൻ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവിടെ അരിഷ്ടന്റെ പ്രാർത്ഥന എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അതേ ആ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ അരിഷ്ടതയിൽ ദൈവത്തോട് പറയുന്നു, ദൈവമേ, ഞാൻ തനിച്ചായിരിക്കുന്നു. അത് 3 പക്ഷികളോട് ബന്ധപ്പെടുത്തി പറയുകയാണ്. ഞാൻ അതേ മരുഭൂമിയിലെ ഒരു വേഴാമ്പൽ പോലെയായിരിക്കുന്നു. വെള്ളത്തിനായി ദാഹിക്കുന്ന ഒരു വേഴാമ്പൽ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വേഴാമ്പൽ വെള്ളത്തിന് വേണ്ടി അത് ഏറ്റവും ഉയരമുള്ള പൊക്കമുള്ള ആ വൃക്ഷങ്ങളുടെ തുമ്പത്ത് പോയി അത് വാതുറന്നിരിക്കുമെന്നാണ് പറയുന്നത്. ദൈവമേ, എനിക്ക് ദാഹിക്കുന്നു. ദൈവമേ, എനിക്ക് ദാഹിക്കുന്നു. അതിന് മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇവിടെ ഓടിപ്പോയിട്ട് കാര്യമില്ല. ഇത് മരുഭൂമിയാ. ആ വേഴാമ്പൽ അതേ വാ തുറന്നിരിക്കുന്നു. ദൈവമേ, എന്റെ സങ്കടം നീ അറിയുന്നല്ലോ എന്ന് നിലവിളിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ശൂന്യ സ്ഥലത്തിരിക്കുന്ന മൂങ്ങ, ആരുമില്ല, ഏകാന്തതയുടെ അനുഭവമാണ്. അതും അതേ ആ മൂങ്ങയും വിരൽ ചൂണ്ടിക്കൊണ്ട് ദാവീദ് പറയുന്നു, ഓ, ഞാൻ മരുഭൂമിയിൽ അല്ലെങ്കിൽ ശൂന്യ സ്ഥലത്തിരിക്കുന്ന ഒരു മൂങ്ങ പോലെയായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല, കുരുകിലിനെ പോലെ തനിച്ചിരിക്കുന്ന കുരുകിൽ തൻ്റെ ഇണയെ നോക്കിക്കൊണ്ട് അതും ഏകാന്തതയോടെ കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം.
ഈ മൂന്ന് വിഷയങ്ങൾ കൂടെ ഈ ദാവീദ് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെയുള്ളതായ അനുഭവങ്ങൾ കൂടെ, അതേ ദുഃഖത്തിന്റെയും വേദനയിൽ കൂടെ അതേ നാം കടന്നു പോകുന്നെങ്കിലും അതേ നമ്മുടെ സർവശക്തനായ ദൈവം നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഹന്നയെ നമുക്ക് നോക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഹന്ന ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോയി. ദൈവത്തിന്റെ ആലയത്തിൽ അതേ ആ പള്ളിയിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് ഹന്ന ഇരുന്ന് കരയുകയാണ്. എന്താ കരയുന്നത്? എനിക്കൊരു സന്തതിയെ വേണം, ഒരു മകനെ വേണം. ദൈവത്തോട് കരയുന്നു. എന്നാൽ ഏലി പുരോഹിതൻ ഇറങ്ങി വന്ന് ചോദിക്കുന്നു, നീ എന്താ വീഞ്ഞോ മദ്യമോ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വ്യസനത്തോടിരിക്കുന്നത്. ഞാൻ വീഞ്ഞോ മദ്യമോ ഒന്നും സേവിച്ചിട്ടില്ല. എൻ്റെ സങ്കടങ്ങൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുക അത്രേ ചെയ്യുന്നത്. എന്തിനാ നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ വന്നിരിക്കുന്നത്? എന്തിനാ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്? അവരുടെ ഇവരുടെ കുറ്റങ്ങൾ പറയുവാനായിട്ടാണോ? അവർ ഇവരുടെ കാര്യങ്ങൾ കേൾക്കുവാൻ വന്നവരാണോ? പ്രിയരേ, അല്ല. ഒരുപാട് സങ്കടങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ ശനിയാഴ്ച വരെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നേരിട്ട ഭാരങ്ങൾ എല്ലാം അത് വീട്ടിൽ വന്ന് സഹോദരിയോട് പറയാൻ പറ്റുകയില്ല, എല്ലാം വന്ന് മക്കളോട് പറയാൻ പറ്റുകയില്ല, സ്വന്തക്കാരോടോ സ്വന്തം സഹോദരങ്ങളോടോ എല്ലാം വിളിച്ചു പറയുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. പറയുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ പ്രശ്നത്തിന്റെ പരിഹാരിയാണ്. സങ്കീർത്തനം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. 90-ാം സങ്കീർത്തനം ഒരു വിലാപത്തിന്റെ സങ്കീർത്തനമാണ്, അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. അതെ, ആ വിലാപത്തിന്റെ ഒരു സങ്കീർത്തനം, കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും മരണ വീടുകളിൽ പലപ്പോഴും നാം വായിച്ചു കേൾക്കുന്ന ഭാഗമാണ് 90-ാം സങ്കീർത്തനം. ആ ഭാഗം കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇത് മരണ വീട്ടിൽ നമ്മൾ വായിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. തുടർന്ന് അങ്ങനെ വായിച്ചു പോകുമ്പോൾ അതേ സങ്കടങ്ങളും ദുഃഖങ്ങളും ചില വീടുകളിൽ മരണസമയത്ത് വാക്യങ്ങൾ വായിക്കുമ്പോൾ കരച്ചിലിന്റെ ശക്തി ഒന്നും കൂടെ കൂടും. അതുകൊണ്ട് എല്ലാവരും ഇതിനെ മരണ സങ്കീർത്തനം എന്നാണ് വിളിക്കുന്നത്. പേടിയ 90-ാം സങ്കീർത്തനം കേട്ടോ ആരാണ്ട് മരിച്ചെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൽ അനേക ആഴമേറിയ അനുഭവങ്ങൾ ഇതിനകത്ത് വെളിപ്പെട്ട് കിടക്കുകയാണ്. പോകട്ടെ, അതേ 90-ാം സങ്കീർത്തനം അത് ഒരു കരച്ചിലിന്റെയും കണ്ണുനീരിന്റെയും സങ്കീർത്തനം എന്ന് പറഞ്ഞ് തലകുനിച്ചു പോകുകയല്ല. അത് ദൈവം നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അടുത്തൊരു സ്റ്റെപ്പ്. എന്താ അടുത്ത സ്റ്റെപ്പ്? 91-ാം സങ്കീർത്തനം വെച്ചിട്ടുണ്ട്. 90-ാം സങ്കീർത്തനത്തെ വായിച്ച് തലകുനിച്ച് എഴുന്നേറ്റ് പോകുകയല്ല. 90-ാം സങ്കീർത്തനം വായിച്ച് തലകുനിച്ചിരിക്കുകയല്ല. 90-ാം സങ്കീർത്തനം വായിച്ചിട്ട് അത് എനിക്ക് ആരുമില്ല എന്ന് പറയുകയല്ല. അടുത്തത് തന്നെ ദൈവം ക്രമീകരിച്ചു വച്ചിരിക്കുന്നു. നീ 91-ാം സങ്കീർത്തനം എടുത്തൊന്ന് വായിച്ചു നോക്കുക. എന്താ 91-ാം സങ്കീർത്തനം വായിക്കുന്നത്? നീ അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കയറി പാർക്കുകയും ചെയ്യുന്നവർക്ക് യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും അവൻ എന്റെ കോട്ടയും എന്ന് പറയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 90-ാം സങ്കീർത്തനം വായിച്ച് അതേ തലകുനിച്ച് എഴുന്നേറ്റ് പോവുകയല്ല. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അതേ ഒരു 91-ാം സങ്കീർത്തനം കൂടെ ദൈവം എഴുതി വച്ചിരിക്കുന്നു. അതിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് വായിച്ചു നോക്കാം. 14-ഉം 15-ഉം വാക്യങ്ങൾ. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെ എത്ര പേരെ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരകളെ ഹല്ലേലൂയ വിളിക്കട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ഹല്ലേലൂയ വിളിക്കട്ടെ. എന്റെ യേശുവിനെ വിടുവിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 90-ാം സങ്കീർത്തനം വായിച്ച് വേദപുസ്തകം അടക്കി പോകേണ്ട. 91-ാം സങ്കീർത്തനം വായിച്ച് പ്രത്യാശയോടുകൂടെ കടന്നു പോകുകയും അവിടെ നിരവധി അനവധിയായി അത് നിങ്ങൾക്ക് എഴുതി അതേ ആശ്വാസവചനം എഴുതി വെച്ചിരിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ദീർഘായുസ്സ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഷ്ടകാലത്ത് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഈ വചനം നിങ്ങൾ എന്തുകൊണ്ടാണ് മുറുകെ പിടിക്കാത്തത്? അത് 90-ാം സങ്കീർത്തനം വായിച്ച് അതേ ദുഃഖിച്ചു ഭാരപ്പെട്ടിറങ്ങി പോവുകയാണോ? അത് നമുക്ക് ഈ 91-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. ആ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ അടുക്കൽ അത് എന്നോട് പറ്റിയിരിക്കുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു പറയുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും
തള്ളിക്കളയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാം പല വിഭാഗങ്ങളിൽപ്പെട്ടവരും പല മതങ്ങളിൽപ്പെട്ടവരും അല്ലെങ്കിൽ പല സമൂഹങ്ങളിൽപ്പെട്ടവരുമായിരുന്നു. എന്നാൽ നമ്മുടെ മതം നമ്മെ രക്ഷിച്ചില്ല, നമ്മുടെ സംഘടനകൾ നമ്മെ രക്ഷിച്ചില്ല, നമ്മുടെ തലവട്ടപ്പന്മാർ നമ്മെ രക്ഷിച്ചില്ല, നമ്മുടെ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ നമ്മുടെ സങ്കടത്തിന് അറുതി വരുത്തിയില്ല. ഒരു മനുഷ്യന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, ഒരു മനുഷ്യന്റെ അവന്റെ വേദനകളും ആവലാദികളും അവനെ മാറ്റിക്കൊടുക്കുവാൻ ഇന്ന് ലോകത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരേ ഒരുവൻ മാത്രമാണ്. അവൻ പറയുന്നു, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഒരമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ അവരെ ആശ്വസിപ്പിക്കും, എന്റെ മാറിൽ ഞാൻ അവരെ അടയ്ക്കും. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അതാകുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. യേശുവിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് നമ്മെ മാടി വിളിക്കുന്നു. ഇനി അടുത്തൊരു ഭാഗം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അവിടെ ഇപ്രകാരം സർവശക്തനായ ദൈവം ഓർമ്മിപ്പിക്കുന്നു, എന്റെ ജനത്തിന്റെ സങ്കടവും നിലവിളിയും എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. വായിച്ചാട്ടെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം എടുത്ത് വായിച്ചാട്ടെ. കഷ്ടതയിൽ നിന്ന് കനാനിയർ, ഹിത്തിയർ, അമോരിയർ, പെരിസിയർ, ഹിവിയർ, എബൂസിയർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറക. എന്നാൽ അവൻ നിന്റെ വാക്ക് കേൾക്കും. അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയീം രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ. എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്നറിയാമോ? അത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ഇപ്പോൾ പ്രവാസത്തിലായിരിക്കുകയാണ്. അവർക്ക് ജീവിതത്തിൽ എല്ലാം തന്നെ ഉണ്ട്. ബെൻസ് കാറുണ്ട്, അല്ലേ, ഹോണ്ട സിറ്റി കാറുണ്ട്, ലക്ഷക്കണക്കിന് വിലയുള്ള 2 വീലറുകളുണ്ട്. ജീവിതത്തിൽ എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് മനുഷ്യന് സമാധാനമില്ല. അന്നേക്കാലത്ത് അങ്ങനെയല്ല. അവർക്ക് കുതിരകളുണ്ട്, ആടുമാടുകളുണ്ട്, അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായ എല്ലാം തന്നെയുണ്ട്, അവർക്ക് നിത്യചെലവിനുള്ള ജോലിയുണ്ട്, അവർ അത്യാവശ്യം സമൃദ്ധിയോടുകൂടെ അവർ ജീവിക്കുകയായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ എന്തോ ഒരു കുറവ്. അവർ അതേ തക്കാളി കഴിച്ചു നോക്കുന്നു, ഒരു കുറവും വരുന്നില്ല. അതേ തക്കാളിപ്പഴം കഴിച്ചു, അത് കിടന്നുറങ്ങി, ഈ ശൂന്യതയ്ക്ക് ഒരു കുറവും വരുന്നില്ല. വെള്ളരിങ്ങ കഴിച്ചു നോക്കി, പിറ്റേ ദിവസം വെള്ളരിങ്ങ കഴിച്ചു നോക്കി. ഞങ്ങളുടെ മനസ്സിന്റെ എന്താണ് ഈ വേദന, എന്താണ് ഈ സങ്കടം? അത് വെള്ളരിങ്ങ കഴിച്ചിട്ട് വന്നും രക്ഷയുണ്ടാകുന്നില്ല. പിന്നെ അവർക്ക് ആടയിറച്ചിയൊക്കെ തിന്നു നോക്കി, എന്നിട്ട് രക്ഷയില്ല. ഭക്ഷണം കഴിച്ചത് കൊണ്ട് ഒരു മനുഷ്യന്റെ സങ്കടം മാറുമോ? ഭക്ഷണത്താൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നീങ്ങുമോ? അതേ, ഈ ലോകത്തിൻ്റെതായ ആകാര സാധനങ്ങളൊക്കെയും ഭുജിച്ചത് കൊണ്ട് ഒരു മനുഷ്യന്റെ പ്രശ്നം തീരുമോ? അവർക്ക് അവസാനം മനസ്സിലായി, അതേ, വെള്ളരിങ്ങ കഴിച്ചാലും തക്കാളി കഴിച്ചാലും ചുറ്റുള്ളി തിന്നാലും അത് ഈ കാടയിൽ പിടിച്ച് തിന്നാലും നല്ല ജോലി ഉണ്ടെങ്കിലും നല്ല വീടുണ്ടെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിലും മനുഷ്യന്റെ പ്രശ്നങ്ങൾ അതേ മാറ്റപ്പെടുവാൻ കഴിയുന്നില്ല. അവരുടെ ശൂന്യത അവർക്ക് മനസ്സിലായി. അവർ അതേ പിതാക്കന്മാരുടെ ദൈവത്തെ അന്വേഷിച്ചു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ പ്രശ്നം എന്നാൽ ഞങ്ങൾ അറിയുന്നില്ല. പക്ഷേ ഹൃദയത്തിന്റെ അധോഭാഗത്ത് വലിയൊരു ശൂന്യത നേരിടുന്നു. മനുഷ്യന് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രോഗിയെ ഡോക്ടർ പരിശോധിച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറയുകയാണ്. ഡോക്ടറോട് ചോദിക്കുന്നു, എന്നാ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. സ്കാൻ ചെയ്ത റിപ്പോർട്ട് വരട്ടെ. ദൈവത്തിന് മഹത്വം. എല്ലാ സ്കാനും കഴിഞ്ഞ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ ഡോക്ടർ ഒരു വിധി എഴുതുന്നു, ഇന്ന രോഗമാണ്. ഇപ്പോഴിതാ പ്രധാന ഡോക്ടറായിരിക്കുന്ന അത്യുന്നതനായ ദൈവം, അതേ, ആ ദൈവത്തിന്റെ അടുക്കലേക്ക് അവർ നിലവിളിക്കുകയാണ്. എന്നാൽ അവരുടെ പ്രശ്നത്തിന് കാരണം, ഇന്ന് പല കുടുംബങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും കാരണം യഥാർത്ഥമായ ഒരു ആരാധനയില്ലാത്തത് കൊണ്ടാണ്. യഥാർത്ഥമായ ഒരു ആരാധനയില്ല, സന്തോഷമില്ല, സമാധാനമില്ല. അതെ, ഒരു സൊല്യൂഷൻ വെച്ചിരിക്കുന്നു ഫറവോൻ. എന്താ വെച്ചിരിക്കുന്നത് അറിയാമോ? ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാം അതേ ആരാധനയ്ക്ക് പോകും, മക്കളും ഭാര്യയും ആടുമാടുകളെല്ലാം ഇവിടെ നിൽക്കട്ടെ, വിട്ടേക്കാം. അതുകൊണ്ട് മനുഷ്യന്റെ സങ്കടം തീരുമോ? പിന്നെ നിങ്ങളുടെ സഹോദരന്മാർ ദൈവത്തിന്റെ ആലയത്തിൽ വന്നു, സഹോദരിമാരും മക്കളും വീട്ടിലിരിക്കുക, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം മാറുമോ? സഹോദരന്മാർ വീട്ടിലിരുന്ന് സഹോദരിമാരെ ആരാധനയ്ക്ക് പറഞ്ഞു കൊടുക്കുക, നീ പോയി ദൈവത്തെ വിളിക്ക്, വീട്ടിലെ പ്രശ്നം തീരുമോ?
അങ്ങനെയല്ല. ഒരു കുടുംബത്തിന്റെ പ്രശ്നം മാറണമെങ്കിൽ, ഒരു കുടുംബത്തിന്റെ ആ ബുദ്ധി ഞെരുക്കങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ കുടുംബമായി ദൈവസന്നിധിയിൽ വരണം. അതുകൊണ്ട് മോശയും പറയുന്നു, അഹരോനും പറയുന്നു, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാവതല്ല, ഞങ്ങൾ പോകുന്നെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതേ പരിഹാരം വരണമെങ്കിൽ ഞങ്ങൾക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിക്കൊള്ളും. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ഞങ്ങൾക്ക് പോയി 3 ദിവസം വഴിയാത്ര ചെയ്ത് പോയി ഞങ്ങളുടെ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. എന്നാൽ ഈ 3 ദിവസം: 1 മാനസാന്തരം, 2 ജനസ്നാനം, 3 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഇതാണ് യഥാർത്ഥമായ ആരാധന. ലോകത്തിൽ ഒത്തിരി ആരാധനകളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അത് അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ കുറിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയുള്ള ആരാധന. ഈ ലോകത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന, ഗ്രഹിപ്പാൻ കഴിയും വിധത്തില് ഒരു അപ്പോസ്തലികമായ ഉപദേശമുള്ള ഒരു ആരാധനയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ആരാധനയുടെ മധ്യേ ദൈവത്തിന്റെ പ്രവൃത്തിയും വെളിപ്പെടുന്നു. അതുകൊണ്ട് ദൈവം എന്നെയും നിങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഇങ്ങനെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. 2018 ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവിനോട് ചോദിച്ചു, ഒന്ന് ശാരീരികമായ ക്ലേശങ്ങൾ നിമിത്തം പല വീടുകളിൽ വരാൻ പറ്റുന്നില്ല ഇത്രയും. അപ്പോൾ എൻ്റെ ചിന്ത, അടുത്തായി ഒരു മതസ്ഥാപനം ഉണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. നമ്മുടെ വിശ്വാസികളെല്ലാം കിലോമീറ്ററുകൾ അതേ പോയി അവിടെ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോ വീടുകൾ. ഇതെന്താ കർത്താവേ, ഈ വെയ്ത്തുകൊമനടുത്ത് എല്ലാ വീടുകളും കിടന്നിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ വീടും വിസിറ്റ് ചെയ്യാമായിരുന്നു. അന്ന് രാത്രി ദൈവം ദർശനം തന്നോ. ഇത് ഈ ദേശത്ത് ഞാൻ ഇട്ടിരിക്കുന്ന കല്ലുകളാണ്, അതിർ കല്ലുകളാണ്. ഓരോ വീടുകളെ ഓരോ ദേശത്തെ ദൈവം അതിർ കല്ലുകളായി ഇട്ടിരിക്കുക. ഈ കല്ല് കാണുമ്പോൾ പറയണം, എന്താ ഇത് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ വീടാണ്. ആ കല്ല് കാണുമ്പോൾ പറയുന്നത് സതയൻ റെയിൽവേയുടെ അതേ അവർ വളഞ്ഞിട്ടിരിക്കുന്നതായ ഏരിയ സതയൻ റെയിൽവേ സാർ. ദൈവത്തിന് സ്തോത്രം. ഗവൺമെന്റ് ചില സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്ത് അവരെ കല്ല് സ്ഥാപിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ആർക്കും കയറി ഒന്നും ചെയ്യുവാൻ അനുവാദമില്ല. ഗവൺമെന്റ് അത് എടുത്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതുപോലെ അതേ ദൈവജനത്തെ വീണ്ടെടുത്ത് ദേശത്തിന് മധ്യ ഓരോ കല്ലുകളായിട്ടിരിക്കുന്നു. ഇന്നലെ നാളൊരു ദിവസം ഈ അളവ് നൂൽ പിടിക്കും. യേശു ദൈവം പിടിക്കും. അത് നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ ഈ സത്യം ഗ്രഹിച്ച് മനസ്സിലാക്കാതെ പോയാൽ അവർ ഒരു ദിവസം നിത്യതയുടെ കവാടത്തിലേക്ക് വരുമ്പോൾ, കർത്താവേ, ഞങ്ങൾ ഈ സത്യം അറിഞ്ഞില്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ സാക്ഷികളാകുന്നു എങ്കിൽ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ചോണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കണക്കിനുള്ള ശിക്ഷ എനിക്ക് നിങ്ങൾക്കും വരും. ആവശ്യമില്ലാത്ത സങ്കടങ്ങളും വേദനകളും ദൈവമക്കൾ വാങ്ങിച്ചു വെക്കരുത്. അതേ, ഒന്നുകൂടെ എടുത്തു പറയട്ടെ, യഥാർത്ഥമായും അതേ ഉള്ള ആരാധനയിൽ കൂടെ മാത്രമേ ഒരുവന് സമാധാനം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര ബെൻസ് കാർ ഉണ്ടെങ്കിലും, എത്ര ഹോണ്ട സിറ്റി കാർ ഉണ്ടെങ്കിലും, എത്ര അത്യാധുനികമായ വാഹനങ്ങൾ ഉണ്ടെങ്കിലും, അതേ എത്ര ബഹുനില ഭവനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതേ ഇതിനകത്തൊന്നും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കോ സങ്കടങ്ങൾക്കോ അറുതി വരുന്നില്ല. ആ ശൂന്യാവസ്ഥ നികത്തണമെങ്കിൽ തങ്ങൾക്കായി കരുതുന്ന ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അവർ ചെന്ന് ചേരണമായിരുന്നു. അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അവർ അങ്ങനെ ഇറങ്ങി തിരിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ആ വേദനകൾ മാറി.